ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ന്യൂസ് ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രാവിലത്തെ എണീച്ച മക്കളെ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കളയിലൊന്ന് കയറിയതാണ്. അടുക്കളയിൽ കയറി ഇങ്ങനെ ചോറിന് വെള്ളം വെക്കുകയാണ്. കുറച്ച് ചെമ്പിലും വെക്കുന്നുണ്ട്. ബാക്കി ഗെറ്റെല്ലാം വെച്ച് പതിപ്പിച്ച് ഇങ്ങനെ ചെമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ചെമ്പിലുള്ള വെള്ളം തളിച്ചപ്പോഴേക്ക് അരി എടുത്തിട്ടുണ്ടോയെന്ന് ഇങ്ങനെ കേൾക്കുന്നു കേട്ടോ. പിന്നെ ചെമ്പ് ഇത്തിരി വെള്ളം ചുടുവെള്ളം മുക്കി ഇങ്ങനെ അരി ഒന്നുകൂടി കേയി ഇങ്ങനെയാണ് അരി ഇട്ട് കൊടുക്കുന്നത്. അരി ഇട്ടപ്പോഴേക്ക് പിന്നെ ഗെറ്റലിലെ വെള്ളം തളിച്ചിക്കുന്നത് അതുകൂടിയിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനൊന്നും വിചാരിക്കില്ല കേട്ടോ, അടുപ്പ് കത്തി ചോറ് വെക്കണം എന്നൊക്കെ. രാവിലെ എണീച്ച് അടുക്കളയിലേക്ക് വരുമ്പോഴാണ് അത് ഓർമ്മ വരിക. അത് ഓർത്തിങ്ങനെ പിന്നെ അങ്ങ് മറന്നും പോകും. പിന്നാണെങ്കിൽ വിറകും എടുത്തുണ്ടാക്കിയാൽ അടുപ്പാണെങ്കിൽ നന്നാക്കി കത്തിച്ച് നോക്കുകയും ചെയ്തില്ല. ഇതൊന്നും റെഡിയാക്കി വെക്കാണ്ട് രാവിലെ തന്നെ നമ്മൾ അടുപ്പിൻ്റെ അടുത്തേക്ക് വന്ന് തീ കത്തിക്കാൻ നിൽക്കുകയാണെങ്കിൽ 8ൻ്റെ പണി കിട്ടും. പിന്നെ കുറേ ടൈം അങ്ങനെ അങ്ങ് ആയിപ്പോവും. നമ്മൾ തലേന്ന് കത്തിച്ചിങ്ങനെ അടുപ്പൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടാണെങ്കിൽ പെട്ടെന്നായി കിട്ടുകയും ചെയ്യുമല്ലോ. ആലുവൻ്റെ അടുപ്പൊന്നും അല്ലെങ്കിൽ അങ്ങനെ പോലത്തെ ഒരു അടുപ്പ് തന്നെയാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ അടുപ്പാണ്. പോക്കോലൊക്കെ വെച്ചിങ്ങനെ ആലുവൻ്റെ അടുപ്പ് ആത്തുണ്ട്, പക്ഷേ അതിൽ തീ കൂട്ടലൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള അടുപ്പിലാണ് തീ കൂട്ടൽ. അതാണ് ഞാൻ ഉണ്ടാക്കിയ അടുപ്പ് എന്ന് പറഞ്ഞത്. അങ്ങനെ അരിയൊക്കെ തളിച്ചേക്കുന്നു കേട്ടോ. തളിച്ച് ഞാൻ റൈസ് കുക്കറിലൊക്കെ എടുത്തേക്കാൻ വേണ്ടി തുടച്ചൊക്കെ വെച്ചിരിക്കുന്നത്. റൈസ് കുക്കറിലൊക്കെ എടുത്തേക്കാണ്. നമുക്ക് ദിവസം വൻപാരൊക്കെ ഇങ്ങനെ ഉപ്പേരിക്ക് അതും കുക്കറിൽ വെക്കുകയാണ് കേട്ടോ. അരി എടുത്ത് അടുപ്പത്തേക്ക് കുക്കറിലേക്ക് ഉപ്പേരിയും വെച്ച് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇത്തിരി കറി ഉണ്ടാക്കാണ്ട് അതിന് മറ്റേ അടുപ്പത്തേക്ക് ആക്കി കൊടുക്കണം. ഇങ്ങനെ പലക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇങ്ങനെ കുക്കർ അടിച്ച് വെക്കുകയാണ്. പണ്ടൊക്കെ പറയുണ്ടായിരുന്നല്ലേ, ചെറുപയർ മമ്പയർ അങ്ങനത്തെ മുതിരാവൊക്കെ വേവിക്കുമ്പോൾ ഉപ്പിടാണ്ട് വേവിക്കണം, എന്നാലേ വെന്ത് കിട്ടും, മറ്റ് വേവില്ല എന്നൊക്കെ. അതൊക്കെ നമ്മൾ അടുപ്പത്ത് ചെമ്പിലും കലത്തിലൊക്കെ വെക്കുമ്പോൾ അതിനല്ലേ. ഇപ്പോൾ കുക്കറിൽ നമ്മളെല്ലാം കൂടി ഒരുമിച്ചിട്ടല്ലേ വേവിച്ചെടുക്കുക, എന്നാൽ വേഗം വെന്തിട്ടുകയും ചെയ്യല്ലോ. അങ്ങനെ കുക്കർ ഒന്ന് രണ്ട് കൂകിയപ്പം തെയ്യൊക്കെ ഒന്ന് കുറച്ച് കൊടുത്ത് കുറച്ച് കട്ടൻ ചായയൊക്കെ പറഞ്ഞ് കുടിക്കാനിരിക്കുക കേട്ടോ. കട്ടൻ ചായ ഒന്നും കുടിക്കില്ല കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ ഒരു മോഹം വരുമ്പോൾ കുടിക്കാൻ, അല്ലാണ്ട് ചായൻ്റെ കടിയൊക്കെ ഉണ്ടെന്ന് ഇട്ടാക്കി കിട്ടും. അല്ലെങ്കിൽ കടി ഇല്ലായിട്ടൊന്നല്ല, ചിലപ്പോൾ ഇഷ്ടപ്പെട്ട കടിയൊക്കെ ഉണ്ടാകുമ്പോൾ ചായ കുടിക്കാനൊരു പൂതിയാണ്. അതും പൊടിയൊക്കെ ഒന്ന് കുറച്ച് മധുരമൊക്കെ ഒന്ന് കുറച്ചിട്ടാണ് കേട്ടോ ചായ കുടിക്കുന്നത്. ചിലപ്പോൾ മധുരം ഇടാണ്ടും കുടിക്കുന്നുണ്ട്. എങ്ങനെയാണോ തോന്നുക അങ്ങനെയൊക്കെ ഇട്ട് കുടിക്കലാണ്. ചിലപ്പോൾ നല്ലോണം പാൽപ്പൊടിയോ പാലൊക്കെ വെച്ച് നല്ലോണം ചായപ്പൊടിയൊക്കെ ഇട്ട് പഞ്ചസാര ഇട്ട് നല്ല കട്ടിയുള്ള ചായയും കുടിക്കും കേട്ടോ. കളിക്കാൻ പോയോ? ഓൻ്റെ വർത്താനം കേട്ട് ചോദിച്ചു. ഓനിപ്പോൾ പമ്പ് പോയില്ലേ? രാത്രിയില്ലേ? ഉച്ചക്കും പോയിട്ടുണ്ടോ? ക്ലാസ്സിൽ പോയില്ല? എനിക്ക് പെട്രോൾ പമ്പിൽ ഒരു സാധനം കൊണ്ടുവരാനുണ്ട്, എനിക്ക് ചോദിച്ചാൽ. പെട്രോളല്ല, ഇൻവെർട്ടറിന് മനസ്സേ. പിന്നെണ്ടല്ലോ, ഇൻവെർട്ടറിൻ്റെ ഇതിൽ പാരുണ്ട് വെള്ളമല്ലേ പമ്പിൽ. ഇൻവെർട്ടറിൻ്റെ ഇതിൽ ഒഴിക്കുന്നൊരു വെള്ളമല്ലേ പമ്പിൽ. ബാറ്ററി വെള്ളം. ആ 5 കിലോൻ്റെ 5 ലിറ്ററിൻ്റെ ഉണ്ടാകുക. 5ന് എത്ര റുപ്യ? 100 റുപ്യ. ഇനി എന്നെപ്പോഴോ പോവോ? രാത്രിയല്ലേ പോവുക? 11 ആവില്ലേ വരാൻ? എന്നാൽ പറഞ്ഞാൽ മതി എൻ്റെ. ഇപ്പം ഇനി പോകുന്നുണ്ടോ? എന്നാ ഈ എടുത്തുകൊണ്ട് വരുമോ? എന്നാൽ ചിലവാ പൈസ തരുന്നുണ്ടേ, 100 റുപ്യ. ഓക്കെ. ഇത് നോക്കി മക്കളെ, ഇത് ഞങ്ങളെ ഇൻവെർട്ടറിൻ്റെ ബാറ്ററിയാണ് കേട്ടോ. ഈ മുകളിലുള്ള സാധനം താന്നിക്കുകയാണെങ്കിൽ ഈ ബാറ്ററിയുള്ള വെള്ളം തീർന്നെന്ന് മനസ്സിലാക്കുമല്ലേ. എന്നാൽ പണിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതെന്ന് എന്നോട് പറഞ്ഞു. ഞാനവൻ കാത്ത് കുത്തിരിക്കുക കേട്ടോ. ഇതിപ്പോൾ താന്നിട്ടൊന്നുമില്ല, താന്നിട്ട് വെള്ളം ഒഴിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ കുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മളെ വൈഫൈൻ്റെ കണക്ഷൻ കൊടുത്തപ്പോൾ ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ ആ പ്ലഗിലില്ല കേട്ടോ. അപ്പോൾ കറണ്ട് പോകുമ്പോൾ നമുക്ക് വൈഫൈ കിട്ടുന്നില്ല. ഞാൻ നമ്മളെ വയറിങ്ങാനെ വിളിച്ച് അവനോട് വരാൻ പറഞ്ഞു. വന്ന് നോക്കുമ്പോൾ എന്നോട് വെച്ച് ബാറ്ററിയിലെ വെള്ളങ്ങൾ മാറ്റിഞ്ഞു. ഞാൻ പറഞ്ഞില്ല മാറ്റിയില്ല, സാധനം താന്നിയില്ല. എങ്കിൽ പറഞ്ഞാൽ മുകളിലെ സാധനം താന്നിട്ടല്ലേ വെള്ളം ഒഴിക്കണമെന്ന് പറഞ്ഞ്. അവൻ പറഞ്ഞതൊക്കെ എപ്പോഴോ താന്നെടുക്കുകയാണല്ലോ, ഇനിയിപ്പോൾ നിങ്ങൾ ആര് കാത്തിക്കുകയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നോക്ക് പൊന്തിയുണ്ടാകും നിൽക്കുന്നത്. അതപ്പോൾ എന്നോട് അവൻ പറയാം അതിൻ്റെ ഉള്ളിലെ ചുവന്ന സാധനമാണ് താന്നെടുക്കേണ്ടി. ആ സാധനം താകുമൊന്നുമില്ല, അതെപ്പോഴും പൊന്തിയെടുക്കുന്ന സാധനം തന്നെയാണ്. ആ ചുവന്ന സാധനമൊക്കെയും താന്ന് കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ അടുത്തുള്ള ചെറിയൊരു പെട്രോൾ പമ്പ് പണിയാണ്, അവനോട് ചോദിച്ചതാണ് അവിടെ ഉണ്ടോ വെള്ളം എന്നൊക്കെ. അപ്പോൾ അവൻ പറഞ്ഞു അവിടെ ഉണ്ട്, 100 റുപ്യാണ് 5 ലിറ്ററിന് നോക്കാം. അവൻ കൊണ്ടുതരാമെന്നും പറഞ്ഞു കിട്ടും.
ഞങ്ങൾ ഇൻവെർട്ടർ വെച്ചിട്ട് 2 കൊല്ലം ആന്നേ ഉള്ളൂ. അതിൻ്റെ അടുക്ക് വെള്ളമിട്ട് മാറ്റിയിട്ടുമില്ല. ഞാനിപ്പോൾ ഇതും താന്നും കാത്ത് കുത്തിരിക്കുകയല്ലേ. എന്നെപ്പോലത്തെ പൊട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണ്ടിട്ടോ. ഒരു പ്രാവശ്യം ചെയ്തെങ്കിലേ നമുക്ക് ഇതിനെ പറ്റിയൊക്കെ ഒരു പിടിപാടുണ്ടാവും മക്കളെ. പിന്നെ എല്ലാവരും എന്നെപ്പോലെ ആയിക്കോളണമെന്നില്ല കേട്ടോ. എല്ലാവർക്കും ഇത് ഓർമ്മയൊക്കെ ഉണ്ടാവും. ഇനി ഓർമ്മ ഇല്ലാത്തവരൊന്ന് ഓർമ്മിച്ചോളാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. അങ്ങനെ കറക്കി ഇറക്കാൻ വേണ്ടി തേങ്ങ പൊളിക്കാൻ മുറ്റത്തിറങ്ങി. അങ്ങനെ 3 തേങ്ങ പൊളിച്ച് ഒന്ന് പേടായി പോയിട്ടോ. കൊടുകാളുകൊണ്ട് തന്നെ കേട്ടോ തേങ്ങ പൊളിക്കൽ പറയുന്നില്ല. തേങ്ങ പൊളിക്കുന്നത് എപ്പോഴെങ്കിലും ഒരു തേങ്ങ ഒക്കെ പൊളിക്കാണ്ടാവും. അതിന് കൊടുകാൾ തന്നെ ധാരാളം. ചിലക്ക് കൊടുകാളുമ്പോഴൊന്നും തേങ്ങ പൊളിക്കുന്ന അറിഞ്ഞൂടെ കേട്ടോ. പിന്നെ കൊടുകാളുമ്പോൾ തേങ്ങ പൊളിക്കാൻ പേടിയുള്ളവരുണ്ടാവും കേട്ടോ. കൊടുകാളോട് ഇങ്ങനെ കൊത്തുമ്പോൾ കൈമലങ്ങാൻ കൊത്തിപ്പോകുമെന്നുള്ള പേടി ഉണ്ടാകുമല്ലോ. എനിക്ക് പിന്നെ കൊടുകാളോട് തേങ്ങ പൊളിക്കാനൊക്കെ അറിയാം കേട്ടോ. പേടിയൊന്നുമില്ല. ഞാൻ വേഗം കൊത്തി പൊളിച്ചെടുക്കുകയും ചെയ്യും. പിന്നെ പാരുണ്ടെങ്കിൽ അതിമ പൊളിക്കുന്നതാണ് സുഖം. പാരില്ലാത്തതും കൊണ്ടാണ് കൊടുകാളോട് പൊളിക്കുന്നത്. അത് ഇറങ്ങുമ്പോൾ 2-3 തേങ്ങ ഒരുമിച്ച് അങ്ങോട്ട് പൊളിച്ച് വെക്കും. പിന്നെ നമുക്ക് ആവശ്യത്തിന് എടുത്തിങ്ങനെ പൊട്ടിച്ച് ചിരണ്ടി അരച്ചാൽ മതിയല്ലോ. ഇന്നലെ രാത്രിയത്തെ ഫുഡ് പത്തിരിയും ചിക്കൻ കറിയും കിട്ടും. എന്നാൽ പത്തിരിപ്പൊടി കുഴച്ച പത്തിരി അധികം ഉണ്ടായപ്പോൾ ഞാൻ ബാക്കിയുള്ളത് എടുത്ത് പരത്തി ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതാണ്. അതിനെക്കൊണ്ട് രാവിലെ പിന്നെ പത്തിരിപ്പൊടി കുഴക്കുകയും പരത്തുകയും ചെയ്യേണ്ടി വന്നില്ല. പെട്ടെന്ന് എടുത്ത് ചുട്ടാൽ മതിയല്ലോ. വേഗം എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചതാട്ടോ. അങ്ങനെ നമ്മൾ ചെയ്ത് വെച്ചൊക്കെയാണെങ്കിൽ എളുപ്പമാട്ടോ. രാവിലത്തെ പത്തിരി പണിക്ക് രാത്രി നമ്മൾ പൊടി കുഴച്ചിങ്ങാനും പരത്തി ഫ്രിഡ്ജിൽ വെച്ചൊക്കെയാണ് രാവിലെ പെട്ടെന്ന് ആണ്ടികൾക്കൊക്കെ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ അങ്ങനെ ആ വേണ്ടിയിട്ടൊന്നും ചെയ്ത് വെച്ചല്ലോ കേട്ടോ. ബാക്കി ഉണ്ടായതുകൊണ്ട് ഞാൻ പരത്തി വെച്ചെന്നല്ലാണ്ട് ഇങ്ങനെ നമ്മൾ മുരിങ്ങാക്കായാണ് കറി വെക്കുന്നത്. അതിനുള്ള തേങ്ങ ചിരകി കൊണ്ടുവന്ന് അതും ചെറിയുള്ളിയും കൂടി അരച്ചെടുക്കുകയാണ്. കറി വെക്കാനുള്ള തക്കാളിയും പച്ചമുളകും ഇത്തിരി വെളുത്തുള്ളിയും കൂടി ഞാൻ അരിഞ്ഞിട്ടിരിക്കുന്നത്. അത് ചട്ടി ഇട്ടിങ്ങാൻ അടുപ്പത്ത് വെക്കുക കേട്ടോ. മൺചട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ഈ കൊണ്ടിട്ട് അതൊന്നും എടുത്ത് ഇങ്ങോട്ട് പുറത്തേക്ക് ചാടിയില്ല. ഇടയ്ക്ക് ഉള്ളത് തപ്പി തരുന്ന എടുത്തിട്ട് വേണം തേച്ചേക്ക് വെയിലത്ത് വെച്ച് ഉണക്കി പിന്നെ ഉപയോഗിക്കാൻ. കുറേ കാലം ഉപയോഗിക്കാണ്ട് നിങ്ങളുടെ പൂപ്പൽ പിടിച്ച് കെടുക്കുകയായിരിക്കുമല്ലോ. അതിൻ്റെ അടുത്തൊക്കെ ഒന്നും പോയില്ല കേട്ടോ. അങ്ങനെ ഇതിലൊക്കെ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും മുളകും പൊടിയും ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഒത്തിരി ഉലുവ ഇട്ടിരിക്കുന്നു കേട്ടോ. പിന്നെ ഇതിലൊക്കെ ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കേണ്ടി കേട്ടോ. എന്നോട് മറന്നു ഏതാണ്. പിന്നെ ലാസ്റ്റാണ് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തത്. അതിൻ്റെ ഇടയിൽ കൂടി പിന്നെ നമ്മൾ അരി വെന്തിക്കുന്നോ നോക്കുന്നേരം അരി വെന്ത് ചോറാക്കിന്നിട്ട് അത് ഊറ്റിയെടുക്കണം. അതിന് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കണം. ഒരടുപ്പത്ത് ഞാൻ പത്തിരിക്കല്ലും വെച്ചിരിക്കുന്നു, ഒരടുപ്പത്ത് കറിയും വെച്ചിരിക്കുന്നു. അപ്പോൾ പത്തിരിക്കല്ല് മാറ്റി ഇത് അടുപ്പത്തേക്ക് മാറ്റി വെച്ച് കൊടുക്കുക കേട്ടോ. വേഗം തിളച്ചിട്ടില്ല. എന്താ ചില ചൂടുള്ള ചോറല്ലേ. റൈസ് കുക്കറിൽ ഞാൻ കൂടെ ചൂട് തണിഞ്ഞു പോലില്ല. വേഗം അടുപ്പത്തെ വെച്ചിട്ടാണ് വേഗം തിളച്ചിട്ടും. പിന്നെ അത് ഊറ്റിക്കുകയാണെങ്കിൽ ഊറ്റാനെടുക്കുമ്പോൾ പത്തിരിക്കല്ല് ഇങ്ങോട്ട് തന്നെ വെച്ച് കൊടുക്കും കേട്ടോ. അങ്ങനെ വേഗം നമ്മൾ പരിപാടികൾ നടക്കും. അടുപ്പിൻ്റെ ഇത് വേറെ ഇങ്ങോട്ടും പോയിരുന്നേ ഉള്ളൂ. വേറൊരു പണിക്കും നമ്മൾ പോയരുത്. ചോറ് നമ്മൾ റൈസ് കുക്കറിൽ നിന്ന് എടുക്കുമ്പോൾ അതിൽ നല്ലോണം ആവി ഉണ്ടാവും, നല്ലോണം വെള്ളമൊക്കെ ഉണ്ടാവും. അത് നല്ലോണം തുടച്ച് ഉണക്കി കൊടുക്കണം. എന്നിട്ട് വേണം വെള്ളം വാർന്നിട്ട് ചോറിലൊക്കെ തന്നെ എടുത്തേക്കാൻ. നല്ല രാത്രിയൊക്കെ ചോറ് നല്ല ചൂടുണ്ടാവും കേട്ടോ. മറ്റേ ചോറ് ചൂടണിഞ്ഞൂലേ. ചൂടാറാപ്പെട്ടി നല്ലതിന് പറയൽ തന്നെ. ചോറ് വയ്ക്കാനും പറ്റും, ചൂടണിഞ്ഞാണ്ടെടുക്കാനും പറ്റും. അപ്പോൾ ഇതിലൊക്കെ തന്നെ എടുത്ത് വെക്കും കേട്ടോ ചോറ്. ഞാൻ അങ്ങനെ പത്തിരിക്കല്ല് ചൂടായപ്പോൾ നമ്മൾ പത്തിരി എടുത്തിട്ട് എടുക്കുന്നതും ചൂടാണ്. ഇനി പത്തിരി ചുട്ട അടുപ്പത്തിൽ നമുക്ക് ഉപ്പേരി വറവിടാണ്ട് അതുകൊണ്ട് കറിയും വറവ് ചെയ്യാൻ കേട്ടോ. ഞാൻ ഈ മുരിങ്ങാക്കായ് ഫസ്റ്റ് തന്നെ നല്ലോണം ഈണ്ടൊക്കെ നാരൊക്കെ പോക്കി ഇങ്ങനെ കേകി വെച്ചത്. അതിനെ പിന്നെ മുറിച്ചൊക്കെ തന്നെ പിന്നെ ചെയ്യുമ്പോൾ നാരിങ്ങനെ കിട്ടുന്നുണ്ട്. പിന്നെ ഒന്നുകൂടി ഈണ്ടെടുക്കുകയാണ്. ഈ ആര് പോയില്ലെങ്കിൽ ഉറപ്പാണല്ലേ. മുരിങ്ങാക്കായ് തേങ്ങാച്ച് കറി വെച്ചാൽ അത് നല്ലൊരു ടേസ്റ്റ് അല്ലേ. മമ്പാർ ഉപ്പേരിയും മുരിങ്ങാക്കായ് കറിയും. പിന്നെ ഇതിൻ്റെ ഒപ്പം എന്തൊക്കെ കോമ്പിനേഷൻ എടുത്തൊക്കെ ഇഷ്ടമുള്ള വെച്ചാൽ ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഞാൻ മുരിങ്ങാക്കായൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പേരിക്കുള്ള പച്ചമുളകും ചെറിയുള്ളിയും കൂടി കട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ചുവന്നമുളക് ഇട്ട് വറവ് ചെയ്താൽ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാകും. പക്ഷേ ചുവന്നമുളകൊക്കെ പൂത്ത് വയ്ക്കുന്നത് ഇവിടെ ഒരു വാങ്ങിച്ചിട്ട് അത് ഉള്ളിൽ നിന്നിട്ട് കറുത്ത പൊടി വന്നൊക്കെ ഉപയോഗിക്കില്ല കേട്ടോ. ചുവന്നമുളകൊക്കെ വാങ്ങിയിട്ട് കേകി ഉണക്കി വെക്കണം. ഉപ്പേരിക്ക് വറവിടാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കാൻ, പൂള വറവിടാനും ഉപ്പേരി വറവിടാനും അങ്ങനത്തേനൊക്കെ ചുവന്നമുളക് ഇട്ടാൽ നല്ലതല്ലേ. 8 മണിയാകുമ്പോൾ നമ്മളെ ചോറും ഉപ്പേരിയും കൂട്ടാനും ചായയും കടിയൊക്കെ ആവട്ടോ. പിന്നെ കട്ടൻ ചായ കുടിച്ചിരിക്കുകയാണെങ്കിൽ പത്തിരിയും ചായയും കുടിക്കാൻ ഇത്തിരി വൈകും. കട്ടൻ ചായ കുടിക്കാത്തന്ന് ഞാൻ പത്തിരിയും ചായയും വേഗം കുടിക്കുകയും ചെയ്യും. പിന്നെ ഉച്ചൻ്റെ മുമ്പ് എന്തെങ്കിലും ഒന്നുകൂടി കുടിക്കണം കേട്ടോ. വേഗം പത്തിരിയും ചായയും കുടിച്ചിരിക്കുകയാണെങ്കിൽ. അതല്ലെങ്കിൽ പിന്നെ വൈകി ചായ കുടിക്കുന്നന്ന് ഉച്ചയ്ക്ക് ചോറ് തിന്നാൽ മതി. അല്ലെങ്കിൽ എനിക്കൊരു ക്ഷീണവും കുഴക്കമൊക്കെ കാണാം. അതിൻ്റെ എന്തെങ്കിലും ഒന്ന് കുടിച്ചെങ്കിലേ ശരി. അങ്ങനെ അടുപ്പത്ത് വെച്ച തക്കാളിയൊക്കെ നല്ലോണം വെന്ത് ഒടിഞ്ഞിരിക്കുന്നത്. ഇത് വാട്ടി വെച്ചതൊന്നല്ല കേട്ടോ. വെള്ളത്തിൽ കലക്കി വെച്ചതാണ്. മുളകും പൊടിയും മഞ്ഞപ്പൊടിയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടി വെള്ളത്തിൽ കലക്കി ഇങ്ങനെ അടുപ്പത്ത് വെച്ചതാണ്. ഇത് നല്ലോണം വെള്ളം വറ്റിയിരിക്കുന്നത്. അതിൽ വെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചെടുത്താൽ കിട്ടും. മുരിങ്ങാക്കായ്ക്കാണെങ്കിൽ അധികം വേഗമൊന്നും ഉണ്ടാവില്ലല്ലോ. ഞാൻ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നല്ലോ. മുരിങ്ങാക്കായ് ഒന്ന് വെന്തിക്കണമെങ്കിൽ തേങ്ങ അമ്മക്കായത് പാർന്നെടുത്ത് പിന്നെ ഉപ്പേരി വറവിടുമ്പോൾ അതിനകത്ത് വെളിച്ചെണ്ണയും ഉള്ളിയും കൂടി അതിൽ ഒഴിച്ചെടുത്തിക്കുകയാണെങ്കിൽ കറിയും സെറ്റായി. അങ്ങനെ പത്തിരിയും ചുട്ട് തീർന്നിട്ടോ. ഈ അടുപ്പത്തേക്ക് ഇനി വറവ് ചെയ്യാനുള്ള ചട്ടി വെച്ച് കൊടുക്കണം. ഉപ്പേരിയും കറിയും കൂടി ഒരുമിച്ചാണ് വറവ് ചെയ്യുക. നമ്മൾ ചോറ് ഇതാക്കുന്ന വാർത്ത് കുത്തിയ വെള്ളം നല്ലോണം വാർന്ന് പോയി കിട്ടും. ഇനി ഇതൊന്ന് ഓർത്തിയിട്ട് ഒന്ന് കൊടിഞ്ഞിങ്ങനെ റൈസ് കുക്കറിലൊക്കെ തന്നെ എടുത്ത് വെക്കും. എന്നാൽ പിന്നെ ചോറ് തീരെ ചൂടണിഞ്ഞൂല കേട്ടോ. രാത്രി വരെ നമുക്ക് നല്ല ചൂടോടൊക്കെ തന്നെ ചോറ് കിട്ടും. പിന്നെ ചിലർക്കൊന്നും റൈസ് കുക്കറിൽ ചോറ് വെച്ചിട്ടാണ് ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ. അടുപ്പത്ത് വെക്കുന്ന ചോറിൻ്റെ രസം ഉണ്ടാവില്ല റൈസ് കുക്കറിൽ വെച്ചാലെന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ടാവും. ശരിക്കും അങ്ങനെയൊന്നും വ്യത്യാസം തോന്നേയില്ല കേട്ടോ. നിങ്ങൾ ആ റൈസ് കുക്കറിൽ ചോറ് വെക്കലുണ്ട്, നിങ്ങൾക്ക് ആർക്ക് തോന്നലുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ. ചോറ് രണ്ടും ഒരുപോലെ തന്നെയല്ലേ നിൽക്കല്. പിന്നെ ചോറ് വെന്തു വരുന്നൊക്കെ നമുക്ക് അറിയാതെ അടുപ്പത്തായാലും റൈസ് കുക്കറിലായാലും അധികം വെന്ത് വയ്ക്കണമെങ്കിൽ ചോറിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു മണിമണിയായി നിൽക്കണമെങ്കിലേ ചോറിന് ടേസ്റ്റ് ഉണ്ടാവുക. അധികം വാണ്ടും ആയിപ്പോഴത്തെ പാകത്തിന് വേകുകയും വേണം.
അങ്ങനെ നമ്മളെ മുരിങ്ങാക്കായുള്ള വെള്ളം കുറച്ച് വറ്റിപ്പോയി കിട്ടും. പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചില്ല, കെറ്റിൽ വെച്ച് വെള്ളം ചൂടാക്കില്ല, ചൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഉപ്പേരി വറവിടാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടി വെച്ച് ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു, പച്ചമുളകും ചെറിയുള്ളി എല്ലാം കൂടി ഇട്ട് കൊടുത്ത് കിട്ടോ. ഇതിൽ കുറച്ച് കറിവേപ്പില ഇടണം, അതുകൊണ്ട് ഈ കറിയിലേക്കും കറിവേപ്പില ഇടണം. ഞാൻ പറഞ്ഞില്ലേ മറന്നുപോയിന്ന്. പിന്നെ അവസാനം വറവ് ചെയ്താൽ കാണട്ടോ ഞാൻ കറിവേപ്പില ഇട്ടത്. അങ്ങനെ തേങ്ങ അരച്ചതൊക്കെ കലക്കി ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ തന്നെ നല്ല മഴയൊക്കെ പെയ്ത് കിട്ടും, മഴൻ്റെ ദിവസമാണ്. പിന്നെ മഴയൊന്നുമില്ല, മൂടി കെട്ടി കളിക്കുന്ന മഴ ഇങ്ങനെ ഞാർന്ന് പെയ്യുന്നൊന്നുമില്ല കേട്ടോ. പുറത്തുള്ള പണികളൊന്നും എടുക്കാൻ നടക്കൂല. അങ്ങനെ അടുക്കളയുള്ള പണിയൊക്കെ കഴിഞ്ഞ് വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ വോയിസ് എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ വന്നതാണ്. അങ്ങനെ ഫോണും കൊണ്ട് അകത്തേക്ക് വന്ന് ഞാൻ ഇരുന്നപ്പോഴൊക്കെ എന്നെ ഫോണ് കൈ പിടിച്ചപ്പോഴൊക്കെ എന്നെ ഉറക്കൊക്കെ തുടങ്ങി. പിന്നെ ഫോണൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിച്ച് ഞാൻ ഒന്ന് കണ്ണാളി എണീച്ചിട്ടോ 10-20 മിനിറ്റ് ഒന്ന് ഉറങ്ങി. അത് ഉറങ്ങിയതിനെക്കൊണ്ട് സൗണ്ടിനൊക്കെ എന്തോ ഒരു പരപരാന്നുള്ളൊരു സൗണ്ട് എനിക്ക് തോന്നും കേട്ടോ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് ഓർമ്മയില്ല, അല്ലെങ്കിൽ നല്ല കിളിനാത്തൊന്നും അല്ല കേട്ടോ. അങ്ങനെയാണെങ്കിലും പറയുകയാണ്, എനിക്ക് തോന്നുന്നു എന്തോ ഒരു ചെലപ്പുണ്ട്. ഇതിന് മുന്നേ എനിക്കൊരു കമൻറ്റ് വന്നിന് കേട്ടോ, താത്തൻ്റെ വോയിസ് കേട്ടിട്ട് കുറേ പ്രായമുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞ വോയിസ് കേട്ടിട്ട് മാത്രമല്ല, മുഖത്തേക്ക് നോക്കിയാലും പ്രായമുണ്ട്. പിന്നെ ആണെങ്കിൽ 2 പേരക്കുട്ടികളെ വല്യമ്മയാണെന്ന് പറഞ്ഞു. കുട്ടി പ്രായമൊന്നും അല്ലല്ലേ, വല്യമ്മയൊക്കെ ആയില്ലേ, അതിൻ്റേതായ മാറ്റങ്ങളൊക്കെ ഉണ്ടാവൂലേ. പിന്നെ വേറെ ഒന്നുണ്ട് കേട്ടോ, പണ്ടത്തെ വല്യമ്മമാരത് ഇപ്പോഴത്തെ വല്യമ്മമാരായിട്ട് വിട്ടുകൊടുക്കുന്നില്ലോ, ഓരോ നടപടിയിലൊന്നും മാറ്റം വരുത്തുന്നില്ല. ഓരെപ്പോഴും ചുരിദാറൊക്കെ ഇട്ടാണ് നടക്കുക. അപ്പം ഉമ്മ ഏതാണ് വല്യമ്മ ഏതാണ് മോളേതാണെന്ന് ഓർമ്മ ഉണ്ടാവില്ല. ഡ്രസ്സുമ്മലൊന്നും മാറ്റം വരുത്തൂലല്ലോ. പിന്നെ മുഖത്തേക്ക് നോക്കിക്കുകയാണെങ്കിലും വോയിസ് കേട്ടിക്കുകയാണെങ്കിലൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതൊക്കെ മനസ്സിലാക്കുക. പിന്നെ ഞാൻ പൊക്കി പറയാമെന്ന് വിചാരിക്കരുത് കേട്ടോ. എന്നെയും മുത്തൂനെയും കണ്ടിക്കുകയാണെങ്കിൽ ഞങ്ങളോട് ചോദിക്കും, അറിയാത്തവരിട്ടോ എൻ്റെ അനിയത്തിയാണോ നിന്നോട് ചോദിക്കും, ഓളോട് ചോദിക്കും എൻ്റെ ഏട്ടത്തിയാണോ. അങ്ങനെ ഉച്ചക്കുള്ള തൈരും സെറ്റാക്കി വെച്ച് പണികളൊക്കെ കഴിഞ്ഞ് കിണറിൻ്റെ അടുത്തേക്ക് വന്നാട്ടോ. ഞാൻ വന്നതിന് ശേഷം വെള്ളം കോരാൻ ഞങ്ങളെ കിണറിൻ്റെ അടുത്തേക്ക് വന്നില്ല കേട്ടോ. തറവാട്ടിലത്തെ കിണറിൻ്റെ അടുത്ത് പോയി വെള്ളം കോരി കൊണ്ടുവന്ന് കുടിക്കലാണ്. ഇവിടെ വന്നിട്ടാണെങ്കിൽ കുറച്ച് പണിയുണ്ടല്ലോ വിചാരിച്ചിട്ട് ഇങ്ങോട്ട് എത്തിപ്പെടില്ലായിരുന്നു. അപ്പം ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് വന്ന് നോക്കിയാണ്, പുല്ലൊക്കെ നിറഞ്ഞെടുക്കുന്നുണ്ട്. വലൻ്റെ മുകളിലാണെങ്കിൽ ഇലകളുണ്ട്, തെങ്ങിൻ്റെ പൂവുണ്ട്, അതൊക്കെ തൊഴിഞ്ഞെടുക്കുന്നത്. കപ്പിമെന്നാണെങ്കിൽ കയറ് ഊരി വെച്ചിരിക്കുന്നത്. ഈ കയറുമ്പോൾ ഞാൻ ഷാൾ ഇട്ട് കൊടുത്തത്, ഷാൾ ചുറ്റി കൊടുത്തത് പറഞ്ഞില്ല ഇനിയോ. ആ ഷാൾ തീമ തന്നെ ഉണ്ട് കേട്ടോ, അങ്ങനെ കേടൊന്നുമായിട്ടൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് വെള്ളം കോരിയൊക്കെ ചെയ്യുമ്പോൾ അത് ദ്രവിച്ചാൽ മതി. പ്ലാസ്റ്റിക്കിൻ്റെ കയറിങ്ങനെ വെയിലുള്ളിയും മഴയുള്ളിയൊക്കെ ചെയ്ത് ഇങ്ങനെ കിണറുമ്പോൾ ഇട്ടിച്ച് പിന്നെ വെള്ളം കോരുമ്പോൾ പൊടി ഇങ്ങനെ കിണറൊക്കെ തൊയ്യുമല്ലോ. അത് തൊയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അതിൻ്റെ മുകളിൽ ഞാനൊരു ഷോള് ചുറ്റി കൊടുത്തത്. അതും തനി കോട്ടൺ ഒന്നല്ല, എന്താ സിസ്കോട്ടൺ എന്നൊക്കെ പറഞ്ഞ ഷാളാണ്, അതിനെക്കൊണ്ട് അങ്ങനെ ദ്രവിച്ചൊന്നും പോകില്ലല്ലോ. ഈ കിണറിന് അധികം ആയൊന്നുമില്ല. ഇതിൻ്റെ മുകളിലാണെങ്കിൽ കമ്പി ഇട്ട് കൊടുത്തിരിക്കുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ ഞാനൊരു ചെറിയ കണ്ണിന് നെറ്റ് ഇട്ട് കൊടുത്താണ്. വല, പ്ലാസ്റ്റിക്കിൻ്റെ വല. അത് തെങ്ങുമ്പോൾ ഇഷ്ടംപോലെ പൂവ് ഇങ്ങനെ തൊയ്യുക, വെള്ളത്തിൽ കണ്ടാന്ന് വിചാരിച്ചിട്ട് ഈ വല ഇട്ട് കൊടുത്തതാണ്. എന്നിട്ട് ആ വലൻ്റെ മുകളിൽ കൂടിയൊക്കെ ഉണ്ട് പുല്ലൊക്കെ നിറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ചവയില പിലാവിൻ്റെ എല്ലൊക്കെ ഇതായി കിടക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുകയാണ്. പുല്ല് ഈ വലമക്കൂടി മുളച്ച് പൊങ്ങിയതാണ്. അതൊക്കെ ഇനി എടുത്തിട്ടൊന്ന് കേകിയിട്ട് വേണം കിണർമലി വിരിക്കാൻ. ഈ കിണറിൻ്റെ മുകളിൽ എനിക്ക് പറിക്കാൻ കിട്ടുന്ന പുല്ലും കാടും ഒക്കെ ഞാൻ എടുത്ത് ഒഴിവാക്കിക്കുന്നത്. അതുകൊണ്ട് വലയും എടുത്ത് ഒഴിവാക്കി കിട്ടും. അത് കഴുകാൻ വേണ്ടിയിട്ട് പൊതിർത്തിട്ടിക്കുന്നത്. ഇനി നല്ലൊരു വല വാങ്ങി കിണറിൻ്റെ മുകളിൽ വിരിക്കണം. അതുവരെ ആകെ തന്നെ മാറ്റിയിടണമല്ലോ. അല്ലാണ്ട് ഞാനിപ്പോൾ വിരിക്കാതെ നിൽക്കെങ്കിൽ തെങ്ങിൻ്റെ മുകളിലെ പൂവൊക്കെ കിണറിലെ വെള്ളത്തിലേക്ക് അത് ഒയ്യുക. പിന്നെ അതെല്ലാം കൂടി ചീഞ്ഞിങ്ങനെ വെള്ളത്തിൻ്റെ ഒരു ചോയയും സ്മെല്ലൊക്കെ വരുമല്ലോ. അത് വിചാരിച്ചിട്ട് ഞാൻ തൽക്കാലമായി ഇങ്ങനെ ഇവൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വിരിക്കുകയാണ് കേട്ടോ. പിന്നെ കിണറും വെള്ളമൊക്കെ മുറ്റത്തുണ്ടെങ്കിൽ ദിവസം ഓരോ പാനി വെള്ളം കോരി രാത്ത് കൊണ്ടുവച്ചിട്ടെങ്കിൽ അതിൽ നിന്നൊരു ഗ്ലാസ് വെള്ളം മുക്കി കുടിച്ച് കാണാൻ റാഹത്താണ് കേട്ടോ. അതുള്ളവരോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ, ഇല്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമല്ല. ഏറ്റവും എന്താക്കാൻ എല്ലാവർക്കും വെള്ളവും കിണറും ഉണ്ടാക്കിയുള്ളൊന്നുമില്ലല്ലോ. ഓൾക്കൊക്കെ പിന്നെ പൈപ്പിൽ വെള്ളം കൊണ്ടാണ് തിരുപ്പതി പെടുക എന്നല്ലാണ്ട് ഈ കിണറും വെള്ളം ഉള്ളവരിങ്ങനെ കിണറ്റിൽ നിന്ന് കോരിയിട്ടേ കുടിക്കുക കേട്ടോ. പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കരുത്. അങ്ങനെ വെള്ളം കോരി പാർന്ന് പാനി നിറച്ച് വെള്ളം കുടിച്ച് നമ്മളെ പള്ളയും നിറച്ച് ഇങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ എന്തോ റാഹത്താണ്. ഇങ്ങനെ കഞ്ഞി തരി തീർന്നു മക്കളെ. ഇത് നെല്ലുത്തീരി തന്നെയാണ് കേട്ടോ, ചോറിൻ്റെ അരിയാണ്. ഇത് പൊടിച്ച് ഇങ്ങനെ പാറലരി പോലാക്കി എടുത്തത്. കഞ്ഞി വെച്ചാൽ നല്ല പാറലരിൻ്റെ കഞ്ഞിയൊക്കെ കിട്ടും കേട്ടോ. ഇങ്ങനെ ചിലപ്പം കഞ്ഞി തരിയൊക്കെ തീർന്ന് വാങ്ങാനൊക്കെ മറന്നു വയ്ക്കെങ്കിൽ ഇങ്ങനെ ചോറിൻ്റെ അരി പൊടിച്ചെടുത്ത് ഞാൻ കഞ്ഞി വെച്ചാൽ മതി. അങ്ങനെ നമ്മൾ കഞ്ഞി അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ തുടയ്ക്കാൻ നിന്നതാട്ടോ, അടിച്ച് അരിട്ടിന് ബാക്കി തുടയ്ക്കുകയോ ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടി തിരുമ്പുന്ന പരിപാടിയും കഴിഞ്ഞ് കിട്ടോ. ഇനി ഇട്ടോ എടുത്തും കഴിച്ച് തിരുമ്പാനേ ഉള്ളൂ. പിന്നെ കുളിക്കുകയോ ചെയ്തിരിക്കുകയാണെങ്കിൽ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ്. ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കാണുന്ന ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.